ഒരു വർഷം മുൻപ് സൗദി അറേബ്യയിലേക്ക് ഹെവി ഡ്യൂട്ടി ഡ്രൈവർ ജോലിക്കായി പോയ പ്രസാദിന് ലഭിച്ചത് വർക്കർ വിസയാണ്. സൗദി ലൈസൻസ് ഇല്ലാത്ത പ്രസാദിനെ ഭീഷണിപ്പെടുത്തിയും മർദ്ദിച്ചുമാണ് ജോലി ചെയ്യിക്കുന്നത്. കഴിഞ്ഞ 5 മാസമായി ശമ്പളവും ലഭിച്ചിട്ടില്ല. ഇപ്പോൾ ഫോണിലും ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ ഹൈലിൽ ജോലി ചെയ്യുന്ന പ്രസാദിന്റെ തിരിച്ചുവരവും പ്രതീക്ഷിച്ചാണ് അച്ഛനും അമ്മയും സഹോദരനും പ്രവാസ ലോകത്തിലെത്തിയിരിക്കുന്നത്. പ്രസാദിനെ കുറിച്ച് നമുക്ക് ഈ കുടുംബാംഗങ്ങളോട് തന്നെ ചോദിച്ചറിയാം. പ്രസാദ് ഇതിനു മുമ്പ് ഗൾഫിൽ പോയുള്ള ആളാണ്? അല്ല. ആദ്യം പോവാ? അതെ. എത്ര വയസ്സുണ്ട് പ്രസാദിന്? 34. വിവാഹിതനാണോ? അല്ല. പഠിച്ചിട്ടില്ല അല്ലേ ആള്? +2 വരെ. ഇതിവിടെ ഡ്രൈവറായിട്ട് ജോലി ചെയ്തിരുന്ന? ഡ്രൈവറായിട്ടല്ല, ശാന്തിയാണ്. ശാന്തിയാണ്? ശാന്തിയാണ്. ശാന്തി പണിയായിരുന്നു? അതെ. ഡ്രൈവിംഗ് അറിയാം, ലൈസൻസ് ഉണ്ടെന്നേ ഉള്ളൂ. യജുർവേദികളാ? അതെ അതെ. അപ്പൊ ഇയാൾ എന്താ പറ്റിയത് യഥാർത്ഥത്തില്? എല്ലാവരും കൂടെ മറ്റേ കൂട്ടുകാരും അവരൊക്കെ അക്കരെ പോയി എന്ന് പറഞ്ഞ് അക്കരെ പോണം, അവിടെ പോയ വലിയ ഗെയിമാണെന്നും പറഞ്ഞ് അങ്ങനെ ചാടി നടക്കുമായിരുന്നു. അപ്പോൾ പല പ്രാവശ്യം പലരും ആയിട്ടും പറഞ്ഞെങ്കിലും ഞങ്ങളാരും സമ്മതിച്ചില്ല ഒട്ടും. ഇതിപ്പോൾ അതേമാതിരി നിവർത്തിയില്ലാണ്ട് വന്നു. ഈ വൈഫിന് അങ്ങനെ സുഖമില്ലാതെയും വന്നു. പൈസയ്ക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്ന് പോവാണ് ഫോട്ടോ എന്ന് ചോദിച്ചു. പിന്നെ ഞങ്ങളൊന്ന് ഇതായി, അതോടുകൂടിയാണ് പോയത്. അവിടെ അടുത്ത് ഭരണിക്കാവിലുള്ളൊരു ഏജൻറ്റ് വഴിയാണ് ഈ ട്രാവൽ ഏജൻസിയായിട്ട് ബന്ധപ്പെട്ടത്. ഇവിടെ തിരുവനന്തപുരത്ത് തന്നെയുള്ള ഗൗരി ട്രാവൽസ് അവരാണ് കൊണ്ടുപോയത്. സജീവ് കുമാർ എന്നാണ്. അങ്ങനെ അവിടെ പോയിട്ട് ലൈസൻസ് കിട്ടിയിട്ടുണ്ടാവില്ല? ലൈസൻസ് എടുത്ത് കൊടുത്തിട്ടില്ല. ലൈസൻസ് കിട്ടിയാലേ ഡ്രൈവറായിട്ട് ജോലി ചെയ്യാൻ പറ്റും. അതെ, അത്രേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ അന്ന് മുതൽ പോയതിന്റെ പിറ്റേ ദിവസം മുതൽ ഇന്ന് വരെ വണ്ടി ഓടിക്കുകയാണ്. എവിടെ ഓടിക്കുന്നത്? അവിടെ ഇവരുടെ 2-3 ഏക്കർ 4 ഏക്കർ ഒന്നിച്ച് ഗ്രൗണ്ടാണ്. ഈ മറ്റേ മണ്ണോ കല്ലോ ഇജാതി സാധനങ്ങള് കയറ്റി. അല്ല, അയാൾക്ക് റോട്ടിൽ വണ്ടി ഓടിക്കാൻ പറ്റില്ല. അയാളോട് റോട്ടിൽ വണ്ടി ഓടിക്കുകയും ചെയ്യാൻ പാടില്ല എന്ന് പറയാം. കാരണം റോട്ടിൽ വണ്ടി ഓടിക്കുകയോ ഓടിക്കുന്നുണ്ട് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സമയത്ത് റോട്ടിൽ വണ്ടി ഓടിക്കരുത് പറയണം. നിങ്ങൾ വിളിച്ചു പറയണം. ഏതെങ്കിലും കാരണവശാൽ അയാൾ പിടിക്കപ്പെട്ടാൽ ഒരു രക്ഷയുണ്ടാവില്ല. ഈ അറബികൾ ആരും ഉണ്ടാവില്ല. അറബികളെ ഭാഗത്ത് പറയാനേ ആളുണ്ടാവുള്ളൂ. കാരണം ഇയാളോട് ആര് പറഞ്ഞു ഓടിക്കാൻ, ഇയാൾക്ക് ബുദ്ധിയില്ലേ എന്നൊക്കെ ചോദിക്കും. അറബികൾ എപ്പോഴും എല്ലാ നിയമങ്ങൾക്കും അതീതരാണല്ലോ. അവിടെ അവർക്കൊന്നും ഈ ഇന്ത്യക്കാരെ കൊണ്ടുപോകുന്ന കാര്യങ്ങളിൽ ഇന്ത്യക്കാരെ കൊണ്ടുപോകുന്ന കാര്യങ്ങളില് എല്ലാ തെറ്റും ഇന്ത്യക്കാരല്ല എന്നാണ് അവർ പറയാ. അല്ലെങ്കിൽ നമ്മളാണ് തെറ്റുകാരെന്നാണ് നമ്മളെ ഗവൺമെന്റും പറയാം. ഇന്ത്യൻ അംബാസഡർ റിയാദിലേക്ക് ഒരു കത്ത് കൊടുക്കണം, സുഷമ സ്വരാജിന് ഒരു കത്ത് കൊടുക്കണം, മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് കൊടുക്കണം. നിങ്ങളെ മകൻ ഇന്ന നമ്പറിൽ ഇന്ന സ്ഥലത്ത് ജോലി ചെയ്യുന്ന മകൻ ഇങ്ങനെ ഒരു ഇതിൽ പെട്ടിരിക്കുന്നു, അടിയന്തരമായിട്ട് അദ്ദേഹത്തെ കയറ്റി അയക്കണം. അദ്ദേഹത്തിന് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല, അദ്ദേഹത്തെ റോട്ടിൽ ഡ്രൈവ് ചെയ്യിക്കുന്നുണ്ട്, നിർബന്ധിതപൂർവമാണ്, മർദ്ദനം ഉപയോഗിച്ചുകൊണ്ടാണ്. അങ്ങനെ എന്തെങ്കിലും ഇതിൽ ഈ കുട്ടിക്ക് എന്തെങ്കിലും അപകടപ്പെടുത്തിയാൽ അതിന് ഉത്തരവാദി ഈ കത്ത് കിട്ടിയതിന് ശേഷം നിങ്ങളായിരിക്കും. ആര്? ഇന്ത്യൻ ഗവൺമെന്റും കേരള ഗവൺമെന്റുമാണെന്ന് വ്യക്തമായിട്ട് നിങ്ങൾ പറയണം. ഒരു പേടിക്കരുത്. മനസ്സിലായില്ലേ? എന്നിട്ട് ഈ കുട്ടിയോട് ഒരു കത്ത് ഇന്ത്യൻ എംബസിക്ക് അയക്കാൻ പറഞ്ഞു. അവിടുന്ന് ഗൾഫിലെ സൗദി അറേബ്യയിലെ ഹെയിലുള്ള ഞങ്ങളുടെ പ്രവർത്തകരോടാണ്. ഈ കുട്ടി ഒരു ശാന്തിക്കാരനായിരുന്നു. കുറേശ്ശെ വിക്കുണ്ട് കുട്ടിക്ക്. ഡ്രൈവർ എന്ന് പറഞ്ഞിട്ടൊക്കെ പോകുമ്പോൾ അവര് വിചാരം അവിടെ ചെന്നാൽ ലൈസൻസ് കിട്ടുമെന്നാണ്. ലൈസൻസ് കിട്ടിയിട്ടില്ല. പിന്നെ പലരും പറഞ്ഞ് പല മോഹന സുന്ദര സ്വപ്നങ്ങളൊക്കെ ആയിട്ടാണല്ലോ ഗൾഫിലേക്ക് കൊണ്ടുപോവുക. അവിടെ ചെല്ലുമ്പോഴാണ് യാഥാർത്ഥ്യം എന്താണ്, ജീവിതം എന്താണെന്നൊക്കെ മനസ്സിലാവുക. അപ്പോൾ ആ കുട്ടിയെ കഴിയുന്നതും വേഗം നാട്ടിലേക്ക് അയക്കാനുള്ള സഹായങ്ങൾ നമ്മൾ ചെയ്യലാണ് നല്ലത്. പ്രസാദ് ഈ എപ്പിസോഡ് കണ്ടാൽ ഒരു കത്ത് എംബസിക്ക് അയക്കണം. ഞങ്ങളുടെ പ്രവർത്തകരെ ഫോണിൽ വിളിച്ച് നാട്ടിലേക്ക് വരാനുള്ള സഹായം ചെയ്തു തരാൻ പറയണം. ഒരിക്കലും കുട്ടി അവിടെ റോട്ടിൽ കാർ ഓടിക്കരുത്.
പല അറബികളും തല്ലിയ കുത്തി എന്ത് ചെയ്താലും തനിക്ക് ലൈസൻസ് ഇല്ലാത്തടത്തോളം കാലം വാഹനം ഓടിക്കരുത്, അത് തെറ്റാണ്. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ശിക്ഷ കിട്ടും, അവിടുന്ന് പോരാൻ പറ്റില്ല. അവർ പലതും പറയും, ഈ പറയണവർക്ക് പറയേ വേണ്ടു. അവർ പറയും നിങ്ങൾ ഇത് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊക്കെ പറയും. പക്ഷെ ഒരിക്കലും അത് ചെയ്യരുത്. കഴിയുന്നതും വേഗം നാട്ടിലെത്താനുള്ള പരിശ്രമങ്ങൾ ചെയ്യണം. ഞങ്ങളുടെ ഭാഗത്ത് നല്ല സഹായങ്ങൾ നിങ്ങൾക്കുണ്ടാവും, യാതൊരു സംശയവും വേണ്ട. ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്, എംബസിയിലേക്കും അതുപോലെ സുഷമ സ്വരാജിനും ഉമ്മൻചാണ്ടിക്കോ കത്തയക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ എത്ര കണ്ട് കേൾക്കും എന്നുള്ളതൊക്കെ അതിൻ്റെ ഒരു ഇതുപോലെ ഇരിക്കും. എന്തായാലും തീർച്ചയായിട്ടും പ്രസാദ് ഉടനെ എത്തുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് രോഗിയായ അമ്മയെയും അവശനായ അച്ഛനൊക്കെ ഞാനിവിടുന്ന് അയക്കുന്നത്. തീർച്ചയായിട്ടും പ്രസാദിനെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇത്രയും ഇപ്പോൾ പറയേണ്ടതുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അത്രയല്ലേ ഉള്ളൂ അല്ലേ? പോരെ, ഇനി എന്തെങ്കിലും പറയണ്ട. സമാധാനമായി പോകും, പ്രസാദിനെ തിരിച്ചു കൊണ്ടുവരാം. വരും നമ്മൾ ചെയ്തോളാം കേട്ടോ. കേരളത്തിലെ വ്യാജ റിക്രൂട്ട്മെന്റ് ലോബി മുമ്പൊരിക്കലും ഇല്ലാത്ത വിധം പ്രവർത്തിക്കുന്നു എന്നതിന്റെ തെളിവാണ് പ്രസാദിന് സംഭവിച്ചത്. നമ്മുടെ നിയമ സംവിധാനത്തിന് ഇതെന്തു പറ്റി? നിഷ്കളങ്കനായ പ്രസാദിന്റെ മടങ്ങിവരവ് സാധ്യമാകട്ടെ. ഈ പ്രാർത്ഥനയോടുകൂടിയാണ് പ്രവാസലോകം ഇന്ന് അവസാനിക്കുന്നത്. മറ്റൊരു എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.